ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഫോർജിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലും നമ്മൾ ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാസ്റ്റിങ്ങിനെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോളിംഗ് പ്രോസസ്സിനെ പറ്റി പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് പീസിനെ ചൂടാക്കി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചുട്ടുപഴുത്തിരിക്കുന്ന ടെമ്പറേച്ചർ, അതായത് അതിനെ ചൂടാക്കി മെൽറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് എത്തുന്നത്. അതായത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് എത്തപ്പോഴേക്കും അതൊരു വർക്ക് പീസ് നല്ല ചുവന്ന് നല്ല ഗോൾഡൻ കളറിലോട്ടാവും. അപ്പോൾ അതാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. മെൽറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റേറ്റാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. പ്ലാസ്റ്റിക് സ്റ്റേറ്റിനെ പിന്നെയും ചൂടാക്കുമ്പോഴാണ് ആ മെറ്റൽ മെൽറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലോട്ട് ആ വർക്ക് പീസിനെ മാറ്റിയെടുക്കുന്നു. ആ പ്രോസസ്സിനെയാണ് ഫോർജിങ് എന്ന് പറയുന്നത്. അതായത് വർക്ക് പീസിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് കംപ്രസീവ് ഫോഴ്സ്, ശ്രദ്ധിക്കുക, കംപ്രസീവ് ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസിലും ഷേപ്പിലും ആയിട്ട് ആ വർക്ക് പീസിനെ മാറ്റിയെടുക്കുന്നു. കാരണം നമ്മൾ ചൂടാക്കുമ്പോഴേക്കും ആ വർക്ക് പീസ് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചൂടാക്കുന്നത്, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കുന്നത്. എന്നിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിലും ഷേപ്പിലും അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നു. ചിലപ്പം വർക്ക് പീസ് എന്നുള്ള ഒരു സിലിണ്ടറിക്കൽ ക്രോസ് സെക്ഷനുള്ള ഒരു റോഡായിരിക്കും. അതിനെ നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് നമുക്ക് അതിന് വേണമെങ്കിൽ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആക്കാം, അല്ലെങ്കിൽ ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ആക്കാം, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും സൈസിലും ലെങ്തിലും ഒക്കെ നമുക്ക് വർക്ക് പീസിനെ ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കംപ്രസീവ് ഫോഴ്സാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും. ഈ കംപ്രസീവ് ഫോഴ്സ് സാധാരണ കൊടുക്കുന്ന ഈ ഹാമർ ഇട്ട് അടിക്കുക, അതായത് ഹാമറിൻ്റെ ബ്ലോസ് എല്ലാം കംപ്രസീവ് ഫോഴ്സ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഹാമർ ഇട്ട് അടിച്ചാലും അവിടെ ഈ ഫോർജിങ് എന്ന പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പം മെറ്റൽസിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസിലും ഷേപ്പിലും ആയിട്ട് പ്രോഡക്ട്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഫോർജിങ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫോർജിങ് എന്നാണ് സാധാരണ പറയുന്നത്. ഹോട്ട് ഫോർജിങ് എന്ന് പറയാൻ കാര്യം നമ്മൾ വർക്ക് പീസിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കുന്നുണ്ട്. അതേസമയം വർക്ക് പീസിനെ ചൂടാക്കുന്നില്ല, നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ കോൾഡ് ഫോർജിങ് എന്ന് പറയും. സാധാരണ ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹോട്ട് ഫോർജിങ് തന്നെയാണ്. വർക്ക് പീസിനെ ചൂടാക്കിയിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഓരോ ഷേപ്പ് ആക്കി എടുക്കുക, ആ പ്രോസസ്സിനെയാണ് ഫോർജിങ് എന്ന് സാധാരണ പറയുന്നത്. അത് ഹോട്ട് ഫോർജിങ് തന്നെയാണ്. അതല്ല, നമ്മൾ വർക്ക് പീസിനെ ചൂടാക്കുന്നില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വർക്ക് പീസിലോട്ട് ഈ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്ത് എടുക്കുന്നതെങ്കിൽ അതിനെ കോൾഡ് ഫോർജിങ് എന്ന് എടുത്ത് പറയും. സാധാരണ ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസിനെയാണ് കോർജ് ഫോൾഡിങ് എന്ന പ്രോസസ്സ് വഴി ഷേപ്പും സൈസും എല്ലാം ചേഞ്ച് ചെയ്തെടുക്കുന്നത്. നമ്മുടെ അലുമിനിയം ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റലാണ്, അതിനെ ചൂടാക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ചുറ്റികളിട്ട് അടിക്കുകയാണെങ്കിൽ, ഹാമർ ഇട്ട് അടിക്കുകയാണെങ്കിൽ, ബ്ലോ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ചൂടാക്കാതെ, വർക്ക് പീസിനെ ചൂടാക്കാതെ ഈ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ കോൾഡ് ഫോർജിങ് എന്ന് പറയും. വർക്ക് പീസിനെ ചൂടാക്കിയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ ഫോർജിങ് അല്ലെങ്കിൽ ഹോട്ട് ഫോർജിങ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഫോർജിങ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കമ്പോണൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇതാ ഇവിടെ കൊടുത്തിരുന്നത്. ബോൾട്ട്, സ്പാനർ, ക്രാങ്ക് ഷാഫ്റ്റ്. ഇത് എഞ്ചിനിലുള്ള കമ്പോണൻ്റാണ് ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡും എല്ലാം. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്, ഇങ്ങനത്തെ കമ്പോണൻസ്. പിന്നെ സ്പാനർ, നിങ്ങൾക്ക് സ്പാനറും എന്താണെന്ന് അറിയാമല്ലോ. സ്പാനർ, പിന്നെ നട്ട് ബോൾട്ട്, അതിലുള്ള ബോൾട്ട് എന്ന് പറയുന്ന അത് ആണി. അപ്പോൾ അങ്ങനത്തെ കമ്പോണൻസ് എല്ലാം ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ സ്ട്രെങ്ത് കൂടിയ കമ്പോണൻസ് ആണ് ഈ കൊടുത്തിരുന്നത്. സ്പാനർ ആയിരുന്നാലും ക്രാങ്ക് ഷാഫ്റ്റ് ആയിരുന്നാലും കണക്റ്റിംഗ് റോഡ് ആയിരുന്നാലും ഇതെല്ലാം വളരെ സ്ട്രെങ്ത് കൂടിയ കമ്പോണൻസ് ആണ്. അപ്പോൾ ബേസിക്കലി വളരെ ഹൈ സ്ട്രെങ്ത് ഉള്ള കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് ഫോർജിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ആനിമേഷനും വീഡിയോ എല്ലാം കാണിക്കാം. അപ്പോൾ ഫോർജിങ് എന്ന് പറഞ്ഞാൽ വർക്ക് പീസിനെ ചൂടാക്കി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലും സൈസിലും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നു. അതിനാണ് ഫോർജിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ബേസിക്കലി 2-3 ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഫോർജിങ് എന്ന് ചോദിക്കുക. അത് മേ ബി 3 or 4 മാർക്സിനായിരിക്കും എന്താണ് ഫോർജിങ് എന്ന് ചോദിക്കുന്നത്. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഈ ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻസ്. അതായത് ഹാൻഡ് ഫോർജിങ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോർജിങ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫോർജിങ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. അതിൽ ആദ്യത്തെ ഫോർജിങ് ആണ് ഹാൻഡ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ. ഈ ഹാൻഡ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് പീസിനെ ഒരു ഹാൻഡ് കൊണ്ട് പിടിക്കും, ഹോൾഡ് ചെയ്യും, എന്നിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മൾ ചുറ്റിലിട്ട് ബ്ലോ കൊടുക്കും. അതിനെയാണ് ഹാൻഡ് ഫോർജിങ് എന്ന് പറയുന്നത്. ഒരു കയ്യിൽ നമ്മുടെ വർക്ക് പീസ് ആയിരിക്കും വെച്ചിരിക്കുന്നത്, മറ്റേ കയ്യിൽ ഹാമർ ആയിരിക്കും. ഹാമർ ഉപയോഗിച്ച് ബ്ലോ കൊടുക്കും. ഹാമർ ഉപയോഗിച്ച് ബ്ലോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കംപ്രസീവ് ഫോഴ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കയ്യിൽ വർക്ക് പീസ് മറ്റേ കയ്യിൽ ഹാമർ ഉപയോഗിച്ച് ഈ ഫോർജിങ് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിനാണ് ഹാൻഡ് ഫോർജിങ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഹാൻഡ് ഫോർജിങ് ഉപയോഗിച്ച് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാം എന്നതിനെ പറ്റി ഒരു 10 മാർക്സിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഞാനിവിടെ ഒരു 9 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പലതിനും ഫിഗറും കൂടെ ഉണ്ട്. 3-4 ഫിഗറും കൂടെ ഉണ്ട്. ആ ഫിഗേഴ്സ് 3-4 അല്ല, എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഫിഗറുണ്ട്. പറ്റാവുന്നത്ര ഫിഗേഴ്സ് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ 9 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 7-8 പോയിൻറ്റ്സ് എഴുതുക. എന്നിട്ട് 3-4 ഓപ്പറേഷൻസിൻ്റെ ഫിഗറും കൂടെ വരയ്ക്കുക. ഫിഗറെല്ലാം വളരെ സിമ്പിളാണ്. 3-4 അല്ല, നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഫിഗർ വരയ്ക്കാനൊക്കെ, കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഫിഗേഴ്സാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഇത്രയും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇത്രയും എണ്ണമാണ് ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം 9 എഴുതണമെന്നില്ല, ഒരു 6-7 എഴുതിയാൽ മതി. എന്നിട്ട് ഒരു 4-5 ഫിഗറും കൂടെ വരച്ച് വയ്ക്കുക. അപ്പം ആ ഒരു ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. അടുത്ത വീഡിയോയിൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫോർജിങ് ഉണ്ട് എന്ന് നമുക്ക് പഠിക്കാം. അതിലാണ് ഈ ഹാൻഡ് ഫോർജിങ് പിന്നെ മെഷീൻ ഫോർജിങ് എല്ലാം വരുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഹാൻഡ് ഫോർജിങ്ങിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആദ്യത്തത് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അപ്സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതിനെ ജമ്പിങ് എന്നും സാധാരണ പറയും. നമ്മൾ അപ്സെറ്റിംഗ് എന്ന വേർഡാണ് ബേസിക്കലി പഠിക്കാനുള്ളത്. അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് പീസിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ മാത്രമായിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആ ഓപ്പറേഷനാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ ബാർ അറ്റ് എനി ഡിസൈഡ് പോർഷൻ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ലെങ്ത് ഓഫ് ബാർ. അതായത് ലെങ്ത് കുറച്ച് ഏതെങ്കിലും ഒരു പോർഷൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇത് നോക്കുക, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് പീസ് എന്ന് പറയുന്നത്, ആക്ച്വലായിട്ടുള്ള വർക്ക് പീസ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ, ഒരു പർട്ടിക്കുലർ പോർഷനിൽ മാത്രമായിട്ട് ക്രോസ് സെക്ഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യണം. സപ്പോസ് ഇപ്പോൾ ഏറ്റവും താഴെയാണെന്ന് വെച്ചിരിക്കുക, ഏറ്റവും താഴെയാണ് ഈ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യേണ്ടത് ഇതുപോലെ. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോർഷൻ വർക്ക് പീസിൻ്റെ താഴത്തെ പോർഷനിലാണല്ലോ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പോർഷനിൽ മാത്രം ഒന്ന് ചൂടാക്കും. പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് ഹാമർ ഇട്ട് മുകളിൽ ബ്ലോ കൊടുക്കും. മുകളിൽ ബ്ലോ കൊടുക്കുമ്പം ഇതിൻ്റെ ലെങ്ത് താഴോട്ട് മൂവ് ചെയ്യും, അതായത് ലെങ്ത് താഴോട്ട് കുറയും. അപ്പോൾ ലെങ്ത് താഴോട്ട് കുറയുന്നതനുസരിച്ച് എവിടെയാണോ നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയത് ആ പോർഷനായിരിക്കും ബൾജ് ചെയ്ത് വരുന്നത്, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടി വരുന്നത്. സപ്പോസ് ഇപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ പോർഷനിലാണ് ക്രോസ് സെക്ഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ മാത്രമേ ചൂടാകത്തുള്ളൂ. ഈ നടുക്കത്തെ പോർഷൻ മാത്രം പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് ഹാമർ അടിക്കും, മുകളിൽ ഹാമർ അടിക്കും. മുകളിൽ ഹാമർ അടിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് കുറച്ചൊന്ന് കുറയും, പക്ഷേ എവിടെയാണോ ചൂടാക്കിയത് ആ ഭാഗത്ത് ക്രോസ് സെക്ഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യും. അതേസമയം ഈ 2 എൻഡുകളാണ് ക്രോസ് ഏരിയ ഇൻക്രീസ് ചെയ്യേണ്ടതെങ്കിൽ ഈ പോർഷനിലാണ് നമ്മൾ ചൂടാക്കേണ്ടത്. ആ 2 എൻഡ്സ് മാത്രം പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് ഹാമർ ഇട്ട് അടിക്കും. അപ്പം അതിൻ്റെ ലെങ്ത് കുറയുമെങ്കിൽ എവിടെയാണോ ചൂടാക്കിയത് ആ പോർഷൻ മാത്രം എക്സ്പാൻഡ് ചെയ്താൽ ബൾജ് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ ഏരിയ ഓഫ് ക്രോസ് ഏതെങ്കിലും പർട്ടിക്കുലർ പോർഷനിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഓപ്പറേഷനാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്പറേഷൻ ഡ്രോയിങ് ഡൗൺ എന്ന് പറയും. ഡ്രോയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ വർക്ക് പീസിൻ്റെ മൊത്തമായിട്ട് അതിൻ്റെ തിക്നെസ് കുറയ്ക്കുക. അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് തിക്നെസ് കുറയ്ക്കുന്ന പ്രോസസ്സിനെയാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ കാണുക, ഇതാണ് വർക്ക് പീസ് എന്ന് പറയുന്നത്. ഈ വർക്ക് പീസിൻ്റെ മൊത്തമായിട്ടും ചൂടാക്കും. അതിനെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് മുകളിൽ ഹാമർ അടിക്കും, വലിയ ഹാമർ ഇട്ട് ബ്ലോ കൊടുക്കും. അങ്ങനെ വലിയ ഹാമർ ഇട്ട് ബ്ലോ കൊടുക്കുമ്പോഴേക്കും ഇത് താഴോട്ട് ചതയുമല്ലോ. അങ്ങനെ ചതഞ്ഞ് അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഈ വർക്ക് പീസിൻ്റെ മൊത്തമായിട്ട് ക്രോസ് സെക്ഷൻ ഏരിയ അല്ലെങ്കിൽ തിക്നെസ് റെഡ്യൂസ് ചെയ്യുന്ന ആ ഓപ്പറേഷനാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. അതേസമയം ഈ വർക്ക് പീസിൻ്റെ മുഴുവനായിട്ടും തിക്നെസ് കുറയ്ക്കേണ്ട, വർക്ക് പീസിൻ്റെ കുറച്ച് പോർഷൻ്റെ മാത്രം തിക്നെസ് കുറയ്ക്കണമെങ്കിൽ ആ ഓപ്പറേഷനെ സെറ്റിംഗ് ഡൗൺ എന്ന് പറയും. എവിടെയാണോ തിക്നെസ് കുറയ്ക്കേണ്ടത് ആ പോർഷൻ മാത്രമേ ചൂടാക്കത്തുള്ളൂ. ആ പോർഷൻ മാത്രം പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട്, ഇപ്പം ഇതാണ് വർക്ക് പീസ് എങ്കിൽ അതിൻ്റെ ഇത്രയും പോർഷൻ മാത്രമാണ് നമ്മൾ ചൂടാക്കുന്നത് എന്ന് കരുതുക. അങ്ങനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് ഹാമർ ഇട്ട് ബ്ലോസ് കൊടുക്കുക. അപ്പം എവിടെയാണോ ചൂടാക്കിയ ആ പോർഷന് മാത്രം തിക്നെസ് കുറയും. ലെന്ത് കുറച്ച് ഇൻക്രീസ് ചെയ്യുമെങ്കിലും ആ പോർഷൻ മാത്രം തിക്നെസ് ഇവിടെ കുറയും. അങ്ങനെ വർക്ക് പീസിന് മൊത്തമായിട്ട് തിക്നെസ് കുറയ്ക്കാതെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമായിട്ട് തിക്നെസ് കുറയ്ക്കുന്നുവെങ്കിൽ ആ ഓപ്പറേഷനെ സെറ്റിംഗ് ഡൗൺ എന്ന് പറയും. ഡ്രോയിങ് ഡൗൺ അല്ല, സെറ്റിംഗ് ഡൗൺ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ നടുക്കത്തെ പോർഷൻ തിക്നെസ് മാത്രമാണ് കുറച്ചത്. ബാക്കി 2 ഈ എഡ്ജസിലുള്ള തിക്നെസ് കുറച്ചിട്ടില്ല. മിഡിൽ പോർഷനിലുള്ള തിക്നെസ്സാണ് കുറച്ചത്. അതിന് മിഡിൽ പോർഷൻ മാത്രമായിട്ട് ചൂടാക്കിയിട്ട് ഇവിടെ മാത്രം ഹാമർ ഇട്ട് അടിക്കും, ഹാമർ ഇട്ട് ബ്ലോ കൊടുക്കുമ്പം അവിടെ മാത്രം തിക്നെസ് കുറയും. അങ്ങനെ ഒരു വർക്ക് പീസിൻ്റെ കുറച്ച് പോർഷൻ മാത്രം തിക്നെസ് കുറയ്ക്കുന്ന ആ ഓപ്പറേഷനെ സെറ്റിംഗ് ഡൗൺ എന്ന് പറയും. എന്നാൽ ആ വർക്ക് പീസിനെ മൊത്തമായിട്ടും തിക്നെസ് കുറയ്ക്കുന്നുവെങ്കിൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നുവെങ്കിൽ അതിനെ ഡ്രോയിങ് ഡൗൺ എന്നും പറയും. ഇതാണ് ഡ്രോയിങ് ഡൗണും സെറ്റിംഗ് ഡൗണും. അടുത്താണ് ബെൻഡിങ് എന്ന് പറയുന്നത്. ബെൻഡിങ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ വർക്ക് പീസിനെ വളയ്ക്കുക. ഏതെങ്കിലും ഒരു ഷേപ്പ് സർട്ടൻ റേഡിയസ് വെച്ച് അല്ലെങ്കിൽ സർട്ടൻ ഡയമീറ്റർ വെച്ചിട്ട് ആ വർക്ക് പീസിനെ വളയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് ബെൻഡിങ് എന്ന് പറയുന്നത്. ഇതും എവിടെയാണോ വളയ്ക്കേണ്ടത് ആ പോർഷൻ മാത്രം
പ്ലാസ്റ്റിക് സൈഡിലോട്ട് ചൂടാക്കുന്നു. എന്നിട്ട് ഈ ഒരു പോർഷൻ ഇത് ആൻവിൽ എന്ന് പറയും. ആൻവിൽ എന്ന് പറയുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആൻവിൽ എന്ന് പറയും. ആ ആൻവിലിൻ്റെ ഇവിടെ കുറച്ച് ഇങ്ങനെ കോണിക്കലായിട്ടുള്ള ഒരു പോർഷനുണ്ട്. ആ പോർഷനിൽ വച്ചിട്ട് അതിങ്ങനെ ഈ വർക്ക് പീസ് ഇങ്ങനെ വച്ചിട്ടായിരിക്കും ഹാമറിട്ട് അടിക്കുന്നത്. ഈ പോർഷനിലായിരിക്കും ഹാമറിട്ട് അടിക്കുന്നത്. ഹാമറിട്ട് അടിക്കപ്പോഴേക്കും ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും. ഇതുപോലെ താഴോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും. എന്നിട്ട് പിന്നെയും വർക്ക് പീസിന് ഇങ്ങോട്ട് നീക്കിയിട്ട് പിന്നെ ഹാമറിട്ട് അടിക്കും. ഇവിടെ ഹാമറിട്ട് വീണ്ടും അടിക്കപ്പോഴേക്കും അത് പിന്നെയും കുറച്ച് ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു പോർഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് പീസിനെ വളയ്ക്കുന്ന ഒരു സർട്ടൻ റേഡിയസിലോ ഡയമീറ്ററോ വളയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഓപ്പറേഷനെ ബെൻഡിങ് ഓപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ ആ ബെൻഡിങ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഈ ആൻവിൽ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു സപ്പോർട്ട് ഉപയോഗിച്ചാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബെൻഡിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, വർക്ക് പീസിനെ വളയ്ക്കുന്ന ഓപ്പറേഷൻ. അടുത്താണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ വെൽഡിംഗ് ഉണ്ട്, അതല്ല ഈ വെൽഡിംഗ്. ഈ പറയുന്ന വെൽഡിംഗ് എന്ന് പറയുന്നത് ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വെൽഡിംഗ് പ്രോസസ്സാണ് ഞാനിവിടെ ഈ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ വെൽഡിംഗ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആ വെൽഡിംഗ് അല്ല, ഇത് ഫോർജിങ്ങിൽ വരുന്ന വെൽഡിംഗ് ആണ് ഞാൻ ഈ പറയുന്നത്. വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ 2 പീസസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് തന്നെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പീസ്, ഇവിടെ 2 പീസസ് ഉണ്ട്. അതിൻ്റെ ഈ 2 എഡ്ജസ് ഈ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഷേപ്പിലല്ല എങ്കിൽ ഈ ഷേപ്പിലാക്കിയെടുക്കും. അങ്ങനെ ഈ ഷേപ്പിലാക്കി എടുത്തിട്ട് ഈ പോർഷൻ മാത്രമായിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ആക്കിയിട്ട് ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് വയ്ക്കും. ഇതിന് രണ്ടിനും കൂടെ ചേർത്ത് വെച്ച്, അതായത് ഈ പോർഷൻ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കും. എന്നിട്ട് കയറ്റി വെച്ചതിന് ശേഷം ഹാമറിട്ട് അടിക്കും. അങ്ങനെ ഹാമറിട്ട് അടിക്കുമ്പോഴേക്കും ആ രണ്ട് കമ്പോണൻസും കൂടെ ചതഞ്ഞ് ഒറ്റ പീസായിട്ട് മാറും. അപ്പോൾ അങ്ങനെ 2 പീസിനെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ് തന്നെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താണ് ഇതിനെ ജോയിൻ ചെയ്യിക്കുന്നത്. നമ്മുടെ സാധാ വെൽഡിങ്ങിന് ഇങ്ങനെ കംപ്രസീവ് ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യത്തില്ല. പക്ഷേ ഫോർജിങ്ങിൽ വരുന്ന വെൽഡിംഗ് പ്രോസസ്സിൽ ഇങ്ങനെ 2 പീസിനെ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഹാമറിട്ട് അടിക്കും. അതായത് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താണ് ഈ 2 മെറ്റൽ പീസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെയും വർക്ക് പീസിനെ മൊത്തമായിട്ട് ചൂടാക്കേണ്ട, എവിടെയാണോ ഹാമറിട്ട് അടിക്കുന്നത്, എവിടെയാണോ ജോയിൻ ചെയ്യേണ്ടത് ആ പോർഷൻ മാത്രമേ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഫോർജിങ്ങിൻ്റെ അകത്ത് വരുന്ന വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, 2 പീസിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ്. അടുത്താണ് കട്ടിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. കട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ വർക്ക് പീസിനെ 2ആയിട്ട് മുറിക്കാനുള്ള, കട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്പറേഷനാണ് കട്ടിംഗ് എന്ന് പറയുന്നത്. എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ പോർഷനെ മാത്രം പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കുന്നു. എന്നിട്ട് ഈ ചിസൽ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ആ വർക്ക് പീസിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുന്നു. ജസ്റ്റ് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ഇവിടെ ഷാർപ്പ്, ചിസലിന് ഇവിടെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജ് കാണും. ആ എഡ്ജിനെ ആ വർക്ക് പീസിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ, അതായത് ഈ പോർഷനിൽ ഹാമറിട്ട് വളരെ ഹെവി ആയിട്ടൊരു ബ്ലോ കൊടുക്കുന്നു. അങ്ങനെ ഹാമറിട്ട് അടിക്കുമ്പോഴേക്കും ഈ പോർഷൻ ആ വർക്ക് പീസിൻ്റെ അകത്തോട്ട് തുളഞ്ഞ് കയറി ആ വർക്ക് പീസ് 2 പീസായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വർക്ക് പീസിനെ 2 പീസായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഓപ്പറേഷനാണ് കട്ടിംഗ് എന്ന് പറയുന്നത്. ആ ഓപ്പറേഷനാണ് ഈ ചിസൽ എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റും കൂടെ വേണം. ആ ചിസൽ കൂടെ ആ വർക്ക് പീസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ ഹാമറിട്ട് ആ ചിസലിൻ്റെ മുകളിലാണ് അടിക്കുന്നത്. അങ്ങനെയാണ് ഈ വർക്ക് പീസിനെ 2ആയിട്ട് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷനാണ് കട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്താണ് പഞ്ചിങ് എന്ന് പറയുന്നത്. പഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് പീസിൽ ഹോൾ ഇടുന്ന ഓപ്പറേഷനാണ് പഞ്ചിങ് എന്ന് പറയുന്നത്. കുറച്ച് വലിയ ഒരു ഹോൾ ഇടുന്ന ഓപ്പറേഷനാണ് പഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പഞ്ചിങ് ചെയ്യാനായിട്ട് എവിടെയാണോ ഹോൾ ഇടേണ്ടത് ആ ഹോൾ വരുന്ന പോർഷൻ മാത്രമേ ചൂടാക്കുകയുള്ളൂ. എന്നിട്ട് പഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മുകളിൽ വയ്ക്കും. ഈ പഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര ഡയമീറ്ററുള്ള ഹോളാണോ വേണ്ടത് ആ എക്സാക്റ്റ് ഡയമീറ്റർ ആയിരിക്കും ഈ പഞ്ചിന്. ആ പഞ്ചിനെ നമ്മളിവിടെ മുകളിൽ വർക്ക് പീസിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഈ പഞ്ചിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹാമറിട്ട് അടിക്കുന്നു. ഹാമറിട്ട് അടിക്കപ്പോഴേക്കും ഈ വർക്ക് പീസിൻ്റെ തുളഞ്ഞ് ഈ പഞ്ച് താഴോട്ട് ഇറങ്ങുന്നു. അങ്ങനെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ പോർഷൻ്റെ ഒരു ഹോളായിട്ട് മാറുന്നു. അപ്പോൾ ആ ഹോളായിട്ട് വരുന്ന ആ പോർഷൻ്റെ മെറ്റൽ താഴോട്ട് പോകാനായിട്ട് ഇവിടെ ഒരു ഗ്യാപ്പും കൂടെയുള്ള ഒരു സപ്പോർട്ടായിരിക്കും ഇവിടെ വേണ്ടത്. ഈ ഒരു ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പഞ്ച് തുളഞ്ഞകത്ത് കയറപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന മെറ്റൽ ആ ഒരു പാർട്ട്, സ്ക്രാപ്പ് എന്ന് പറയുന്ന വേസ്റ്റ് എന്ന് പറയുന്ന മെറ്റൽ പാർട്ട് താഴോട്ടങ്ങ് പോവുകയുള്ളൂ. അപ്പോൾ ഒരു ഹോളുള്ളൊരു സപ്പോർട്ടായിരിക്കും ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് പീസിൽ ഒരു ഹോൾ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് പഞ്ചിങ് എന്ന് പറയുന്നത്. അതിന് പഞ്ച് എന്ന് പറയുന്ന ഒബ്ജക്റ്റും കൂടെ വേണം. ആ പഞ്ച് എന്ന് പറയുന്നതിന് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഡയമീറ്ററിൻ്റെ ഹോളാണോ വേണ്ടത് ആ സെയിം ഡയമീറ്റർ തന്നെയായിരിക്കും ഈ പഞ്ചിനും. എവിടെയാണോ ഹോൾ വേണ്ടത് ആ ഹോൾ വരുന്ന സ്ഥലത്തായിരിക്കും ആ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് അതിനെ ചൂടാക്കുന്നത്. എന്നിട്ടാണ് ഈ പഞ്ച് മുകളിൽ പ്ലേസ് ചെയ്തിട്ട് ഹാമറിട്ട് അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് പീസിൽ ഹോൾ ഇടുന്നത്. ഈ ഓപ്പറേഷനെ പഞ്ചിങ് എന്ന് പറയുന്നു. അടുത്ത ഓപ്പറേഷൻ, ഇതാണ് അവസാനത്തെ ഓപ്പറേഷൻ, ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഉള്ള ഹോളിനെ വലുതാക്കുന്ന ഓപ്പറേഷനാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒരു ടൂളുണ്ട്, ഈ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ടൂള്.
അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വളരെ ടേപ്പേഡ് ആയിരിക്കും, കുറച്ച് ആംഗിൾ കൊടുത്തിട്ടുള്ള ടേപ്പേഡ് ആയിട്ടുള്ളൊരു കോണിക്കൽ സർഫസ് ആയിരിക്കും. എവിടെയാണോ ഹോൾ ഉള്ളത്, ഇത് ഈ ഒരു വർക്ക് പീസിലാണ് ആ ഹോൾ ഉള്ളത്, ആൾറെഡി ഹോളുണ്ട്. ആ ഹോളിനെ വലുതാക്കാൻ വേണ്ടി ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ടൂൾ ആ ഹോളിലേക്ക് ഇറക്കുക, എന്നിട്ട് മുകളിൽ ഹാമർ അടിക്കുക. അപ്പോൾ ഡ്രിഫ്റ്റ് എന്ന ഈ ഒരു ടൂൾ താഴോട്ട് ഇറങ്ങും തോറും അതിൻ്റെ അകത്തുള്ള ഹോൾ വലുതായി വരും, കാരണം ഇതൊരു ആംഗുലർ സർഫസ് ആണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് താഴോട്ട് ഇറങ്ങും തോറും അതിൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡ്രിഫ്റ്റ് താഴോട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇവിടെ വേണം. അങ്ങനെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഹോളുള്ള ഒരു സപ്പോർട്ടാണ് ഈ വർക്ക് പീസ് വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാലേ ഡ്രിഫ്റ്റ് താഴോട്ട് ഇറങ്ങുകയുള്ളൂ. ആ ഹോൾ അവിടെ വേണം, ആ സപ്പോർട്ടിൽ ആ ഹോൾ വേണം, എന്നാൽ മാത്രമേ വർക്ക് പീസിലൂടെ കയറി ഇതിൻ്റെ താഴോട്ട് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഉള്ള ഹോളിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഡ്രിഫ്റ്റ് ടൂൾ എന്ന് പറയും. അതിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ടേപ്പേഡ് ആയിരിക്കും. ഈ ടേപ്പേഡ് ആയിട്ട് വരുന്ന സർഫസാണ് നമ്മുടെ വർക്ക് പീസിൻ്റെ ആ ഹോളിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് മുകളിൽ ഹാമർ അടിക്കുന്നത്. അത് താഴോട്ട് ഇറങ്ങും തോറും അതിലെ ഹോളിൻ്റെ ഡയമീറ്റർ കൂടി വരുന്നത്. അപ്പോൾ ഇതാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അങ്ങനെ നമ്മളിവിടെ ഒരു 6-7 ഓപ്പറേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പറ്റി 1-2 സെൻറ്റൻസ് എഴുതാനുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഫിഗേഴ്സാണ് വരയ്ക്കാനുള്ളത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സിമ്പിളായിട്ടുള്ള ഫിഗേഴ്സാണ് വരയ്ക്കാനുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ കട്ടിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ ഫിഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ബാക്കി പഞ്ചിങ് ആയിരുന്നാലും ഡ്രിഫ്റ്റിംഗ് ആയിരുന്നാലും വെൽഡിങ് ആയിരുന്നാലും ബെൻഡിങ്, ഡ്രോയിങ് ഡൗൺ, സെറ്റിംഗ് ഡൗൺ, അപ്സെറ്റിംഗ്, എല്ലാത്തിൻ്റെയും ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എല്ലാത്തിനെ പറ്റി 2-3 സെൻറ്റൻസ് എഴുതേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫോർജിങ്ങിനെ പറ്റി പഠിക്കാം. അതും ആ ഒരു വീഡിയോയും കൊണ്ട് ഈ ഒരു പോർഷൻ ഫോർജിങ് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് തീർക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.